എത്ര പിള്ളേരുണ്ട് ഇപ്രാവശ്യം? എത്ര പിള്ളേരുണ്ട്? നിങ്ങൾ ഏത് വീട്ടിലാണ് പ്രസവിക്കാൻ പോകുന്നത്? പെറ്റുകുട്ടനെ എവിടെയെങ്കിലും പ്രസവിക്കും, നമ്മൾ പിന്നെ പുറകെ ചെന്ന് പിള്ളേരെയെല്ലാം എടുത്ത് കൊണ്ടുവരണം. ഹലോ ഗൈസ്, നിങ്ങളിപ്പോൾ കാണുന്നത് ഞങ്ങളങ്ങനെ കഷ്ടപ്പെട്ട് തിരിച്ചു കൊണ്ടുവന്ന കേശുകുട്ടനെയും പിള്ളേരെയാണ്. കേശു എല്ലാ തവണത്തെയും പോലെ ഇത്തവണയും അപ്പുറത്തെ വീട്ടിലാണ് പ്രസവിച്ചത്. പിന്നെ പൂച്ചകൾ വന്ന് കയറി പ്രസവിക്കുന്നത് നല്ലതാണെന്ന് വിശ്വസിക്കുന്ന കുറച്ച് പേരാണ് നമ്മുടെ അയൽക്കാർ. അതുകൊണ്ട് തന്നെ അവരാരും ഒന്നും ചെയ്യത്തില്ല. പക്ഷേ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ഞങ്ങളിങ്ങനെ എടുക്കും. കാരണം പെറ്റ്സിനെ വളർത്താത്തവർക്ക് എല്ലാവർക്കും തന്നെ പെറ്റ്സിനെ ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല. അപ്പം നമ്മളാർക്കും ഒരു ബുദ്ധിമുട്ടാക്കരുത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ തന്നെ പോയി എടുക്കും. അല്ലാതെ നമ്മൾ വേറെ വീട്ടിൽ പ്രസവിച്ചെന്ന് പറഞ്ഞ് ഉപേക്ഷിക്കത്തൊന്നുമില്ല. അപ്പോൾ അവിടെ കുഞ്ഞുങ്ങളുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങൾ പോയി 2 കണ്ടുള്ളൂ. അതിനെ ഞങ്ങളിങ്ങ് കൊണ്ടുവന്ന് ഞങ്ങളിവിടെ നമ്മുടെ ഉള്ള സൗകര്യത്തെല്ലാം സെറ്റ് ചെയ്ത് വെച്ചപ്പോൾ കേശുക്കുട്ടൻ അത് ഇഷ്ടപ്പെട്ടു. കേശുക്കുട്ടൻ അത് അക്സെപ്റ്റ് ചെയ്തു. പിന്നെ നമ്മൾ കാണുന്ന കേശുക്കുട്ടൻ ഒരെണ്ണത്തെയും കൂടെ കൊണ്ടുവന്നതായിട്ടാണ് കണ്ടത്. അപ്പോൾ 3 കുട്ടികൾ കേശുക്കുട്ടനുണ്ട്. നിങ്ങൾക്കിപ്പോൾ നോക്കുമ്പോൾ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ട്, ഒരു ഫണ്ണി ഷോർട്സ്. ഇതിലൊരാളുടെ കേശുക്കുട്ടൻ്റെ ഒരു കൊച്ചിൻ്റെ. എല്ലാവരും ഇത് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാ തവണത്തെ പോലെ എല്ലിക്കുടത്തിലും കേശു അപ്പുറത്തെ വീടുകളിലുമാണ് പ്രസവിക്കാറുള്ളത്. ഇതാണ് ഇവരുടെ ഒരു ചെറിയ സ്റ്റോറി. അപ്പോൾ ഇനി ഇവരുടെ വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.